നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് അട്ടപ്പാടിയിലാണ്. കേരള ചാരിറ്റി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ സഹോദരങ്ങളോടൊപ്പം ഒരു ടൂർ വന്നിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇവർ ഒരുപാട് സ്ഥലങ്ങൾ കാണുവാൻ ആഗ്രഹിച്ചിരുന്ന ഈ സഹോദരങ്ങളുടെ ഇന്നലെ ഒരു ദിവസത്തെ ഫുള്ള് യാത്രയുണ്ടായിരുന്നു. ഇന്ന് ഒരു ദിവസം കൂടി നമ്മളിവിടെ തങ്ങിയിട്ടാണ് പോകുന്നത്. ഇന്നലത്തെ യാത്രയെക്കുറിച്ച് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. പ്രിയപ്പെട്ട ഉനൈസ് ആണിത്. ഉനൈസ്, ഇന്നലത്തെ യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു. അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവച്ചോളൂ. അതൊരു ബെറ്റർ യാത്രയായിരുന്നു. ഒരുപാട് യാത്ര പോയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ വ്യത്യസ്തമായ യാത്ര വെച്ചാൽ ഫീൽ ചെയ്തത് നല്ലൊരു പാത്തൊക്കെ അയച്ച് നല്ലൊരു വൈബുള്ള യാത്രയായിരുന്നു. ജീവിതത്തിൽ നല്ലൊരു അനുഭവമായിട്ട് തോന്നി അല്ലേ? അതെ അതെ, തീർച്ചയായും. അപ്പൊ എന്നും ഓർത്തിരിക്കാമല്ലോ. എന്നും സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്? പോരായ്മ വേണ്ടായിരുന്നു. പോരായ്മയില്ല. നിങ്ങൾക്ക് ക്ഷീണം ഒന്നും തോന്നിയിട്ടില്ല? ഒരു ക്ഷീണം. എല്ലാം നല്ല രീതിയിൽ തന്നെ നിങ്ങളോടൊപ്പം വളണ്ടിയേഴ്സും ഒക്കെ നല്ല രീതിയിൽ തന്നെ. ഞാൻ ഏറ്റവും അതിശയപ്പെട്ടത് നമ്മൾ ആംബുലൻസ് ആണ്. ഇതുവരെ ഇത്ര കാലത്ത് ടൂർ വെച്ച് ഇതൊരു ആംബുലൻസിന്റെ ബാക്ക് ഇതുവരെ വന്നിട്ടില്ല. ജീവിതത്തിൽ ആദ്യത്തെ ഒരു ആംബുലൻസ് നമ്മൾ കൂടെ കാണുന്നത് ആദ്യമായിട്ടാണ്. അതുപോലെ ട്രോമ കെയറും ഉണ്ട് അല്ലേ? ട്രോമ കെയറിന്റെ വളണ്ടിയർമാർ. നമ്മൾ നിങ്ങൾക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ ചോദിച്ചു, ഈ ആംബുലൻസ് എന്തിനാ ചോദിച്ചു. അതെ, നമ്മൾ കൊണ്ടുവന്നത് മെഡിക്കൽ ടീമിന് ഉൾപ്പെടെ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാത്ര ആരംഭിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കും ഒരു പോരായ്മയും ഉണ്ടാകാതെ നിങ്ങളെ യഥാസ്ഥാനങ്ങളിൽ തിരിച്ചെത്തിക്കും വരെ സുരക്ഷിതമായിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിതെല്ലാം സജ്ജീകരിക്കുന്നത്. ഒരു ടീം ഇതേപോലത്തെ യാത്ര നടത്തത്തില്ലെന്ന് സംശയമില്ല. ആംബുലൻസ് പോകുന്ന ആദ്യമായിട്ടാണ് ടൂറിസ്റ്റ് ബസ് കൊണ്ടുവരുന്നത്. അപ്പൊ നല്ലൊരു അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും. ഇത് പേരെന്തായിരുന്നു പറഞ്ഞത്? സൗദാ തിരൂർ എന്ന് പറയുന്ന സഹോദരിക്കും ഇത് തന്നെയാണോ? അതെ, അഭിപ്രായം തന്നെ. നല്ല അനുഭവമായിരുന്നു. അതെ, ജീവിതത്തിൽ ഇനിയും ഇങ്ങനെ യാത്രകൾ ഉണ്ടാവട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടി ഇനിയും പോകാൻ അവസരം ലഭിക്കട്ടെ. തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു കുളിർമ ഇന്നലെ സത്യം. ഇതിന് മുന്നേ പോയ യാത്രകൾ ഒരുപാട് പോയിട്ടുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതും ഇതേപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ ഇന്നലെ ഉഷാറായിരുന്നു. ഇനിയും നമുക്ക് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ? പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് റസീന. ഞാൻ വള്ളിക്കുന്നാണ് വരുന്നത്. എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ KCF-ൻ്റെ വളണ്ടിയേഴ്സ്, മറ്റുള്ള ആളുകൾ, നമ്മുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡർമാരെല്ലാവരും നല്ല ഹെൽപ്പായിരുന്നു. യാത്ര നല്ല ഉഷാറായിരുന്നു. പിന്നെ നമുക്ക് ഒരു പേടിയില്ല. ആംബുലൻസ് ഉണ്ട്, നമ്മുടെ ട്രോമ കെയർ വളണ്ടിയേഴ്സ് ഉണ്ട്. അത് നമുക്ക് നല്ല ധൈര്യമാണ്. പിന്നെ നമ്മൾ മുമ്പ് ഇതുപോലെ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട്, പക്ഷേ നമ്മൾ വേറിട്ടൊരു അനുഭവമാണിത്. ആംബുലൻസ്, പിന്നെ ട്രോമ കെയർ വളണ്ടിയേഴ്സ് അങ്ങനെയൊന്നും ഇതുവരെ കൂടെ ഉണ്ടായിട്ടില്ല. പക്ഷേ യാത്രകളൊക്കെ നല്ല ഹാപ്പിയായിരുന്നു. ഒരുപാട് സന്തോഷമായി, മനസ്സിന് നല്ലൊരു കുളിർമയുണ്ടായി. തീർച്ചയായിട്ടും ഇനിയും നമ്മൾ ഇതുപോലുള്ള യാത്രകൾ സംഘടിപ്പിക്കും. ഒരുപാട് ഇനിയും പോകണം എന്നുള്ളൊരിതുണ്ട്. നമുക്ക് കുറച്ച് കാലത്തിൻ്റെ അടുത്ത് യാത്ര ഇന്നലെ തുടങ്ങിയിട്ടുള്ളൂ. ഒന്നര വർഷം നിർത്തി വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നും ഉണ്ട് യാത്ര, ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. എന്തായാലും നല്ലൊരു ഹാപ്പിയാണ്, സന്തോഷം. നമ്മോടൊപ്പം 16 സഹോദരങ്ങളാണ് ഇതുപോലുള്ള ഉള്ളത്. നമ്മൾ 1-2 പേര് മാത്രം സെലക്ട് ചെയ്ത് ചോദിക്കുകയാണ്. അവസാനമായിട്ട് നമുക്ക് ഖദീജ കോട്ടപ്പുറത്തിനോട് ചോദിക്കും. കോട്ടക്കൽ. ഹായ്, ഞാൻ ഖദീജ കോട്ടക്കൽ. വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരുപാട് യാത്ര പോയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്രയാണ് ഈ KCF യാത്ര. ഞങ്ങൾക്ക് റസാക്കാക്ക വളരെ എന്താ പറയുക, സുതാര്യമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഭിന്നശേഷിയുള്ള ആളുകൾക്ക് ഒരു പ്രശ്നം വരാത്ത രീതിയിൽ, അതായത് വളണ്ടിയേഴ്സ്, അതിൻ്റെ ഒപ്പം ട്രോമ കെയർ, 2 ആംബുലൻസ്, അങ്ങനെ എന്താ പറയുക, ഞങ്ങൾക്ക് തന്നെ ഒരു ലോകം മുഴുവൻ കൂട്ടിച്ചേർത്താണ് ഞങ്ങളെ എന്നുള്ളൊരു ചിന്തയാണ്. ഒറ്റപ്പെട്ടവർക്ക് താങ്ങായി തണലായി. ഇപ്പം ഞങ്ങളൊക്കെ ഒരേ സ്റ്റേജിലുള്ളവരാണ്. പറഞ്ഞാൽ നമ്മൾ എന്തോ വീട്ടിൻ്റെ അകത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ശരിക്കും വിഷമത്തിലാവുകയാണ്. പക്ഷെ പുറത്തേക്ക് എത്തുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ കൂടെ നമുക്കത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി കൊല്ലത്തുനിന്ന് ഞങ്ങളെ കൂടെ സന്തോഷം ചെയ്യാനും ഞങ്ങളെ സഹായിക്കാനും ഒക്കെ ഞങ്ങളെ കൂടെ എത്തി. അപ്പോൾ അതൊക്കെ എത്രത്തോളം മഹത്തായ കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ KCF പ്രവർത്തകരോട് 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഈ ഞങ്ങളിപ്പോൾ ഉള്ളത് അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടീൻ്റെ പ്രകൃതി രമണി കാണാൻ ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ചുരം കയറിയപ്പോഴൊക്കെ വളരെ എൻജോയ്മെൻറ്റിലായി. അതേപോലെ ഇന്നിവിടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളും വളരെ സന്തോഷം.
ഇനിയും ഇതുപോലുള്ള യാത്രകൾ നമുക്ക് സംഘടിപ്പിക്കണം, പോകണം. ഇൻഷാ അല്ലാ. പിന്നെ ഇന്നലത്തെ കോഴിച്ചുടലും നമസ്കാരം. കോഴിച്ചുട്ട് അതൊക്കെ വളരെ സന്തോഷട്ടാ. കാരണം നമ്മൾ ജീവിതത്തിൽ അല്ല, ഞങ്ങളെപ്പോലുള്ളവർ പഴയ കാലത്ത് വീടിൻ്റെ അകത്തളത്തിൽ ഒതുങ്ങി കഴിയുക, വീട്ടുകാർ പോലും ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ മടി കാണിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ നല്ല മനസ്സുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാനും ലോകം ചുറ്റി കാണാനും ഒക്കെ നല്ലൊരു അവസരമാണ്. ഞങ്ങളെപ്പോലുള്ളവരെ ഇനിയും നിങ്ങൾ ഇതുപോലെ കൊണ്ടുപോകണം. നമ്മൾ കുറേ പേരുണ്ട് കേട്ടോ, കുറേ പേരുണ്ട്, കൊണ്ടുപോകണം. അവരുടെ മനസ്സ് ഏറ്റവും സന്തോഷിക്കുന്ന ഇങ്ങനെയുള്ള യാത്രയിലാണ് ഞങ്ങളൊക്കെ. ഇപ്പോൾ പ്രേക്ഷകരെ